വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മളൊരു ചെറിയ DIY പ്രൊജക്റ്റാണ്. ദേ ഈ ഒരു ഫോട്ടോ പ്രോപ്പ്. ആക്ച്വലി ഇതിന് ലൈറ്റും ഉണ്ട്, വെളിച്ചത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഫോട്ടോ പ്രോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിതിൻ്റെ ഒരു സിമിലർ വേർഷൻ പണ്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി വ്യത്യാസമുണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 40th ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഫോട്ടോ ഇറ്റ് ലുക്സ് ഫൺ റൈറ്റ്, ലൈക്ക് രണ്ടുപേരിങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഞാനത് ഉണ്ടാക്കുന്നത് റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാണ്, പക്ഷേ മറന്നുപോയി. പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന്. പക്ഷേ കുറച്ചൊന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു. അതുകാരണം എനിക്കിത് ഉറപ്പായിട്ട് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ഒരു ഐഡിയ തന്നെ എന്തില്ല തുടങ്ങിയപ്പോൾ. ഐ ജസ്റ്റ് ക്യാച്ച് യു അപ്പ് ഓൺ വാട്ട് ഐ ഡിഡ് സോ ഫാർ. ഇതൊരു വലിയ ഹൂള ഹൂപ്പാണ്. ഇത് ആക്ച്വലി കാണുന്നുണ്ടോ? ഇരുട്ടത്ത് കാണിക്കാം, എന്നാലും മനസ്സിലാവുള്ളൂ. ലൈറ്റ് വരുന്ന ഹുല ഹൂപ്പാണ്. ലൈറ്റ് വരുന്ന വേണമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതല്ല, ഞാൻ വെള്ള ഹുല ഹൂപ്പ് നോക്കി വാങ്ങിച്ചാണ്. എന്നാൽ പിന്നെ എനിക്ക് പെയിന്റ് അടിക്കേണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ഇതിൽ ഞാൻ LED ലൈറ്റ്സ്, ഇതായി കാണുന്ന LED ലൈറ്റ്സ് ആണ്. ഞാൻ അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടോ, LED ലൈറ്റ്സ് ചുറ്റും റാപ്പ് ചെയ്യാം എന്നായിരുന്നു പ്ലാൻ. എന്നിട്ട് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ യൂഷ്വലി ഞാൻ വയർ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഇതിലേക്ക് ഘടിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ എനിക്ക് ബാറ്ററി വെക്കുന്നതുകൊണ്ട് ഇതൊരു 3 AA ബാറ്ററി ഉള്ള ബാറ്ററിയുടെ കേസാണ് ഈ LED ലൈറ്റിന്. ഞാൻ ഒരു കഷ്ണം കാർഡ്ബോർഡ് അതിൻ്റെ അടിയിൽ ഇത് മുറിച്ചിട്ട് കാണുന്നുണ്ടോ? ഇതാണ് കാർഡ്ബോർഡിൻ്റെ സൈസ്. അത് ഞാൻ ഡക്ട് ടേപ്പ് വെച്ച് കവർ ചെയ്തേക്കാണ്. കാർഡ്ബോർഡ് ആദ്യം ഹൂല ഹൂപ്പായിട്ട് ഹോട്ട് ഗ്ലൂ ചെയ്തു. എന്നിട്ട് ആ കാർഡ്ബോർഡിലേക്ക് ഈ സ്വിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ബാറ്ററി കേസ് ഹോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചു ഈ കാർഡ്ബോർഡിലേക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് അതും ഹോട്ട് ഗ്ലൂ ചെയ്തു. അത് പക്ഷേ ഈ ബാറ്ററിയുടെ മുകളിലായതുകൊണ്ട് ഹൂല ഹൂപ്പിനെ ഡയറക്ട്ലി ടച്ച് ചെയ്യില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പം ഭയങ്കര ലൂസ് ആയിരുന്നു എല്ലാം. ഇത് നല്ല കറക്റ്റായിട്ട് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു ബേസ്, ഈ ബാറ്ററിയുടെ കേസ്. അപ്പൊ ഞാൻ ഹോട്ട് ഗ്ലൂ വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഡക്ട് ടേപ്പ് ആണ്. ഡക്ട് ടേപ്പ് വെച്ചപ്പോൾ അത് നല്ല കറക്റ്റ് ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് നിന്നു. ഫുള്ള് ഡക്ട് ടേപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തേക്കാണ് ഞാൻ. എന്നിട്ട് ഇപ്പൊ ഞാൻ ഈ ലൈറ്റുകൾ ഈ ഹൂല ഹൂപ്പിന്റെ ചുറ്റും റാപ്പ് ചെയ്യാണ്. ഒരു വയർമയാണ് LED ലൈറ്റ്സ്. അത് കാരണം നമുക്ക് ഇതിനെ ടൈറ്റ് ആക്കുകയോ അല്ലെങ്കിൽ ലൂസ് ആക്കുകയോ ചെയ്യാം ലൂപ്പ് ചെയ്യുമ്പം. ബിക്കോസ് അത് ഞാൻ വിചാരിച്ചു ഭയങ്കര ദൂരെ ആയിപ്പോയി ലൈറ്റെന്ന് ഓണാക്കി നോക്കിയപ്പോഴേ ഞാൻ അതിൻ്റെ കോയിൽ ചുറ്റിയപ്പം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ടൈറ്റാക്കി. കണ്ട, ടൈറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നീളം പോരാ, എനിക്ക് ഇത്രയും നീളമുള്ളൂ. ഐ വോണ്ട് കവർ ദ ഹോൾ തിങ്. അപ്പോൾ ഞാൻ പിന്നെയും ഇതിനെ കുറച്ചും കൂടി ലൂസാക്കാൻ പോകണം. സോ ഐ ക്യാൻ ഗെറ്റ് ഇനഫ് ലെങ്ത് ടു കവർ ടിൽ ഹിയർ. ഇപ്പം അത്ര ഉണ്ടാവില്ല, നോക്കിയേ ഇത്രേ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഐ വാസ് ഏബിൾ ടു അഡ്ജസ്റ്റ് ദ കോയിൽസ്. കണ്ട, ഇവിടെ വരെ തികച്ചെത്തി. ഇവിടെ ഞാൻ എൻ്റെ ഒരു ഡക്ട് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ്. കംപ്ലീറ്റ് അറ്റം വെച്ച് ഒട്ടിക്കുന്നില്ല, ബിക്കോസ് ഈ പൂവ് അത് കവർ ചെയ്തോളും. പൂവ് ഇതൊരു നമ്മൾ പിയനീസിൻ്റെ തീമാണ്. ഇതൊരു പിയനീയുടെ ബൊക്കെ ആമസോണിൽ വാങ്ങിച്ചാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങളുടെ സാധനങ്ങളൊക്കെ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുകയാണ്, അവിടെയൊക്കെ ഇട്ട് പോകുന്നതുകൊണ്ടാണ്. ഈ വയർ കട്ടർ വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ പൂക്കൾ മുറിക്കാം. എൻ്റെ ക്യാമറാമാൻ സ്ഥലത്തില്ല, അതാണ് എല്ലാം ഞാൻ തന്നെ ചെയ്യണേ. ഇതാണ് പിയനി, നല്ല റിയൽ പിയനിയുടെ ലുക്ക് ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ മുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ പോയി. ഏതായാലും ഇതിൻ്റെ അടിയിൽ നിന്ന് ഇല എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഹോട്ട് ഗ്ലൂ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ഈതർ ഐ കട്ട് ദിസ് ഇൻ ടു 2, എന്നിട്ട് ഈ അറ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ ആ അറ്റത്തെ വൃത്തിയടക്കം നമുക്ക് കവർ ചെയ്യാം. ഇവിടെയും ആ ലൈറ്റിനൊക്കെ നമുക്ക് കവർ ചെയ്യാം. എൻഡിങ്, ലൈറ്റിൻ്റെ എൻഡിങ് കണ്ടോ, ഇത് കാണുന്നില്ല ലൈറ്റിങ്ങിൻ്റെ എൻഡിങ്. അപ്പോൾ ഞാൻ ഇവിടെ ഹോട്ട് ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കവർ ചെയ്യാം. ബേസിക്കലി ഇത് നമ്മൾ ഒട്ടിച്ച് വെച്ച ബേസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ബാക്കിലാണ് ബാറ്ററിയുടെ സ്വിച്ച്. ഇവിടെ ഞാൻ ഗ്ലൂ ഈ ഇലമേലേക്ക് ഒട്ടിച്ചിട്ട് ഇല ഇവിടത്തേക്ക് ഒട്ടിച്ച് വെച്ചേക്കാണ്. യു ഹാവ് ടു ബി കെയർഫുൾ നോട്ട് ടു പുട്ട് ഹോട്ട് ഗ്ലൂ ഓൺ ദ LED ലൈറ്റ്സ് ഓഫ് ദ കേബിൾ. അതിൻ്റെ വയറിലൊന്നും നമ്മൾ വയ്ക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഞാൻ ഇവിടെയൊക്കെ ഹോട്ട് ഗ്ലൂ ചെയ്ത് വെക്കും. അതുമല്ല എനിക്ക് ലെങ്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും നീളം വേണ്ട, അപ്പം കുറച്ചും കൂടി മുറിക്കാൻ പോവാണ്. ഞാൻ ഹോട്ട് ഗ്ലൂ ചെയ്തിട്ട് അമർത്തി വിരൽ വെച്ച് പിടിക്കുകയാണ് ടിൽ ദ ഗ്ലൂ ഡ്രൈസ്. ബിക്കോസ് ഇത് വയറായതുകൊണ്ട് പുറത്തേക്ക് ചാടി വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഐ എം ജസ്റ്റ് ഡൂയിങ് ദിസ് ടിൽ ഇറ്റ് ഡ്രൈസ്. ഇതിൻ്റെ മറ്റേ അറ്റവും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സാധനം തന്നെ മുറിച്ചിട്ട് ഈ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. അഗൈൻ ഇതിനും അടിയിൽ ആദ്യം ഒരു ഇല വെച്ച് കവർ ചെയ്യണം. നമ്മൾ ഇവിടെ മുറിച്ച ഇലയുണ്ട്, മറ്റേ ഇലയുണ്ട്, അത് ഞാനിവിടെ ആദ്യം ഗ്ലൂ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ ക്യാമറമാൻ ഫൈനലി എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ബിക്കോസ് എനിക്ക് ക്ലോസപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പം ഐ സ്റ്റോപ്പ് ദ പ്രോജക്റ്റ് ആൻഡ് ഐ എം റീസ്റ്റാർട്ടിങ് ഇറ്റ് നൗ. നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു സർഫസിൽ വർക്ക് ചെയ്യണം. ബിക്കോസ് ഹോട്ട് ഗ്ലൂ ഡ്രിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇത് ഒട്ടിച്ചിട്ടില്ല. ഇവിടെ ആദ്യം ഒരു ഇല ഒട്ടിച്ചു, ഈ ഒരു എൻഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇനിയിപ്പോൾ മറ്റേത് ഒട്ടിച്ച പോലെ തന്നെ കണ്ടോ, ഇത് ഇപ്പോൾ സ്ട്രോങ് ഹോട്ട് ഗ്ലൂ ഇസ് ആക്ച്വലി ഹോൾഡിങ് ഇറ്റ് വെൽ. ഈ പൂക്കൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കാണ്ട് കുറച്ചും കൂടി നാച്ചുറലായി തോന്നാൻ വേണ്ടിയിട്ട് 2 പൂക്കൾ വെറുതെ ഇങ്ങനെ അതിന്റെ അറ്റത്തുള്ള ആ വയറില്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വളച്ച് പിടിക്കാൻ ശ്രമിക്കുകയാണ്, അതിന് ഷേപ്പ് കുറച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഹോട്ട് ഗ്ലൂ ചെയ്യുമ്പം കുറച്ചത് നാച്ചുറലായിട്ട് മുന്നോട്ടും സൈഡിലേക്കും കിടക്കുന്ന പോലെ തോന്നും. പൂക്കൾ ഐ എം തിങ്കിങ് ഓഫ് യൂസിങ് ജസ്റ്റ് എ ഫ്യൂ. വയർ കട്ട് വെച്ചിട്ട് എളുപ്പം നമുക്ക് മുറിക്കാൻ പറ്റും. ഈ എല്ലാ ഇലയൊന്നും വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളൊന്ന് ആദ്യം ഒരു ഫ്രീ ഹാൻഡ് ഇത് വെച്ച് നോക്കണം. ഇതിൻ്റെ കൂടെ ഇങ്ങനൊരു പൂവും വന്നിട്ടുണ്ട്, അത് വേണോന്നിങ്ങനെ ഞാൻ ആലോചിക്കുക. അതും ഇതെല്ലാം ആകുമ്പം കുറച്ച് കൂടുതലാവൂലേ, കേണി മാത്രം മതിയോ? ബിക്കോസ് ഓൾറെഡി ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ, അധികം നമുക്ക് വെയിറ്റ് ഇവിടെ ആഡും ചെയ്യണ്ട. നമ്മൾ ഇത് വെച്ച് കവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ എൻഡ് കാണും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല പരിപാടിയെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ലെറ്റ് മീ ഗ്ലൂ ദിസ് ഡൗൺ ഫസ്റ്റ്. ഇത് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഇലേനെ ഞാൻ താഴെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോട്ട് ഗ്ലൂ ചെയ്തിട്ട് ചൂടുണ്ടാവും, കുറച്ച് നേരം നമുക്ക് അമർത്തി പിടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, വേഗം ഒട്ടും അത്. നേരെ അതുമ്പോൾ പിടിക്കുന്നില്ല, അതിൻ്റെ അപ്പുറമാണ് പിടിക്കുന്നത്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗ്ലൂ ഇറ്റ് ലൈക്ക് ദിസ്. അപ്പം ഈ 2 സ്ഥലത്തും ഇലയായില്ലേ. അപ്പം വെൻ ഐ എം കമ്മിങ് ബാക്ക് വിത്ത് ദിസ് ഞാൻ അപ്പുറ സൈഡിൽ ഒരെണ്ണം വയ്ക്കും. അപ്പോൾ ഇത് ഈ ഹോൾ ഏരിയ അതിൻ്റെ ആ ബേസ് കവറായി. ഞാൻ ആദ്യം ഒന്ന് വച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇത് ഇങ്ങനൊരു ബഡുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ബാക്കി ഒരു വെള്ള പേണിയും വേണം. നീ തോന്നുന്നു ഇത് രണ്ടും ഈ 3 ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. കട്ട് ആൻഡ് സീ. ഈ 2 പിങ്കിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ആക്ച്വലി ഇത് മതിയെന്ന് എനിക്ക് തോന്നുന്നു. ദിസ് ഇനഫ്. ഇനി എൻ്റെ അടുത്ത് 2 കൂടി അത് വരുമ്പോഴേക്കും ഭയങ്കര കൂടിപ്പോകുന്നു എനിക്ക് തോന്നുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മൾ ലെയർ പോലെ ബിൽഡ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ അടിയിലത്തെ ലെയറാണ് നമ്മൾ ആദ്യം ഒട്ടിക്കേണ്ടത്. ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരാണ്. അപ്പോൾ നെക്സ്റ്റ് ലെയർ ഇതാണ്. ഇത് again ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇത്തിരി വളയ്ക്കൊക്കെ ചെയ്യാം, ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പം അങ്ങനെ വളയണമെങ്കിൽ വളച്ചിട്ട് ഇവിടെ ഒട്ടിച്ചേക്കണം ഞാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലാണ് ഒട്ടിക്കണേ. ഞാൻ ഇത് ഡ്രൈ ആവണ വരെ പിടിച്ചുകൊണ്ട് വെക്കണം, ഇല്ലെങ്കിൽ ദിസ് വിൽ മൂവ് ഫോർ ഷുവർ. ഞാനിത് ആ ഒരു ഷേപ്പിൽ ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഡക്ക് ടേപ്പ് വെച്ചിട്ട് ഹോട്ട് ഗ്ലൂവിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ ഡക്ക് ടേപ്പിൻ്റെ മുകളിലാണ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒട്ടിച്ചു. ഇനി അടുത്തത് ഇതാണ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ഹോട്ട് ഗ്ലൂ മുഴുവനായി. ഡയഗണലി ഇങ്ങനെ ഒട്ടിക്കാൻ പോവാം. നമ്മളിത് രണ്ടും ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് അമർത്തി പിടിക്കാനായിട്ട് ഞാൻ ഡക്ക് ടേപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ഇല എടുത്തിട്ടാണ് ഒട്ടിച്ച് വെച്ചാൽ കുറേ എക്സ്ട്രാ ഇല ഇരിപ്പുണ്ടാവും. പിന്നെ ഇല ആകുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ഫില്ലാവുമല്ലോ, ഈ ടേപ്പിൻ്റെ കളർ കാണുമില്ല. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പം ഇവിടെ ഇത്തിരി ഇതിൻ്റെ വയറ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇത് എക്സ്ട്രാ ഉണ്ടായിരുന്ന 3 ഉണ്ടായിരുന്നു, അത് ഒട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ മാത്രം ഒരെണ്ണം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഐ എം ജസ്റ്റ് ഗോണു ഗ്ലൂ ദിസ് വൺ ഹിയർ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, എനിക്ക് നടുക്ക് അതൊരു എന്തോ ഒരു അപാകത പോലെ തോന്നുന്നുണ്ട്, ഈ ഒരു ജോയിൻറ്റ്. അപ്പം ഞാൻ ഇവിടെ ഇത് ചെറുത് വെറുതെ ഒത്തിരി ഒന്ന് ഹോട്ട് ഗ്ലൂ ഇട്ടിട്ട് ആ ഇതും കൂടി ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഐ തിങ്ക് വൺസ് വി ആർ ഡൺ വിത്ത് ദിസ് ഇറ്റ് ഷുഡ് ബി ഡൺ. ഇത്തിരി നീളത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും നിൽക്കുന്ന കാരണം അധികം ബാക്കിയുള്ള തൊട്ട് നിൽക്കണം, അതേ പറ്റുള്ളൂ, വേറെ വഴിയില്ല നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട്. അഗൈൻ ഒട്ടുന്നവരൊന്ന് പിടിച്ചു തന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇതാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചിട്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് ബാറ്ററി പാക്കിലുണ്ട്, ചെറിയൊരു വെയിറ്റ് ഉണ്ട് പിടിക്കാൻ, പക്ഷെ അത്രയിൽ കാര്യമായിട്ട് വെയിറ്റ് ഒന്നുമില്ല. നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കാനുള്ള ഇതൊക്കെ വെച്ച് ധാരാളം പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ DIY ഫോട്ടോ പ്രോപ്പ്. നല്ല ഭംഗിയില്ലേ? ഞാൻ പറഞ്ഞ പോലെ ആ പൂക്കള് ഒരു നല്ല പേസ്റ്റൽ ഷെയ്ഡാണ്,
നമ്മുടെ പാർട്ടിയുടെ കളർ തീമും അത് തന്നെയാണ്. LED ലൈറ്റിന്റെ വയറും റോസ് ഗോൾഡ് അല്ലെങ്കിൽ കോപ്പറിഷ് കളറാണ്. അതുകൊണ്ട് അതും ആ തീമിന് പോകുന്നുണ്ട്. ഈ ഒരു വെള്ള കളർ ഹൂല ഹൂപ്പ് അല്ല നിങ്ങൾക്ക് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അത് സ്പ്രേ പെയിന്റ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ. അപ്പം ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സെറ്റപ്പ്. എല്ലാം കഴിഞ്ഞ് തീരാറായപ്പോഴാണ് അയ്യോടാ വീഡിയോക്ക് വേണ്ടി ഫോട്ടോ എടുത്തല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പം ഇത് ഓൾമോസ്റ്റ് പാർട്ടി കഴിഞ്ഞുള്ള ഫോട്ടോ ആണ്. നമ്മുടെ ബാക്ക് ഡ്രോപ്പും ഒക്കെ ആമസോൺ ആണ്. വേണമെങ്കിൽ ഞാൻ അതിന് ലിങ്കും ആഡ് ചെയ്യാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.